അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. രാംകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും, ഒപ്പം നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും ചേർന്നു. ആദ്യം രാംകുമാറിലേക്ക്. നിലവിലെ സാഹചര്യം എന്താണ്? അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാൻ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ കടക്കുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ ആക്രമണത്തിന്റെ രീതി, ഇസ്രായേലും ഇറാനും ഏതാണ്ട് ഒരേപോലുള്ള ആയുധങ്ങളുള്ള രണ്ട് ശക്തികളാണെന്ന് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ആക്രമണം അത് ഇസ്രായേലിന്റെ ഏത് കേന്ദ്രങ്ങളിലേക്കാണ്, ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഇറാനിൽ നിന്ന് തൊടുത്ത മിസൈലുകൾ ടെല്ലവീവിന്റെയും ജെറുസലേമിന്റെയും ഒക്കെ ആകാശത്ത് ദൃശ്യമായി തുടങ്ങിയത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ, ഇറാനിൽ നിന്ന് രണ്ടാം റൗണ്ട് റോക്കറ്റുകളും വിക്ഷേപിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇത് ജോർദാന്റെ ആകാശ മേഖലയിലൂടെയാണ് ഈ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ജോർദാനിൽ നിന്ന് ഉള്ള വിവരം അനുസരിച്ചാണ് ഈ രണ്ടാമത്തെ റോക്കറ്റുകളും രണ്ടാമത്തെ നിര റോക്കറ്റുകളും ഇറാൻ തൊടുത്തതായി അറിയാൻ കഴിയുന്നത്. ഇതുവരെ 200ഓളം റോക്കറ്റുകൾ ഇറാൻ തൊടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇവ ഇസ്രയേലിന്റെ അയൺ ഡോമിൽ തട്ടി തകരുന്നതിന്റെ വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് ടെല്ലവീവിൽ പലയിടങ്ങളിലും കേൾക്കാൻ കഴിയുന്നത്. അവിടെ അപായ സൈറനുകൾ, ഇസ്രയേലിൽ ഉടനീളം അപായ സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ആളുകൾ സുരക്ഷിതരായി ജങ്കറുകളിൽ തന്നെ കഴിയണമെന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ അവരോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഇപ്പോൾ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്, ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളുടെ, ഹസൻ നസറുള്ള അടക്കമുള്ള നേതാക്കളുടെ കൊലപാതകത്തിനോട് ഇസ്രായേൽ നടത്തിയ ആ ഹത്യകളോടുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ മിസൈൽ ആക്രമണത്തോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേൽ മുതിരുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം അതിന്റെ പല മടങ്ങായി വർദ്ധിപ്പിക്കുമെന്നും ഒരു യുദ്ധം കടുപ്പിക്കുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധനും മുൻ അംബാസിഡറുമായ ഡോക്ടർ ടി പി രാമകൃഷ്ണൻ ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ ടി പി ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. സർ, നിലവിൽ ഈ ആക്രമണം അത് ഇസ്രായേലിലെ പല കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എന്താണ് ഇറാന്റെ പ്ലാൻ എന്ന് നിലവിൽ വ്യക്തമാവുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ ആക്രമണം അത് ഇനി കൂടുതൽ കടുക്കില്ല? രണ്ട് ശക്തികൾ ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന് പറയുന്നു. ഇവരുടെ പക്കലുള്ള ആയുധങ്ങൾ അതെന്താണെന്ന് പുറം ലോകത്തിന് കൃത്യമായ വിവരങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വരികയാണോ പശ്ചിമേഷ്യയിൽ വീണ്ടും? അതിന്റെ സൂചനകളാണ് നമുക്ക് കാണുന്നത്. ഇന്ന് രാവിലെ തന്നെ അമേരിക്ക വാർണിംഗ്സ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ആളുകൾക്ക്, അതുപോലെ ഇസ്രായേൽ വാർണിംഗ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ധാരാളം ആളുകളോട് ബങ്കറിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷെ ഒരൊറ്റ ആക്രമണം കൊണ്ട് നടത്തുമോ, അതിന് ഇവർ പ്രതികരിക്കുമെന്നൊക്കെ ഉള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇറാൻ എന്തായാലും ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും അത്ര വലുതായിട്ട് അവർ ആക്രമിച്ചില്ല, ഒരു സിംബോളിക് ആയിട്ടായിരുന്നു. പക്ഷെ ഇത്തവണ 100 മിസൈൽസ് അയക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ, ഏകദേശം 10 ലക്ഷം ഇസ്രായേലീസിനെ ടാർഗറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ഥിതി വളരെ മോശമാകും. ഇസ്രായേലിൽ മിണ്ടാതിരിക്കുന്ന സിറ്റുവേഷൻ ഇല്ലതാനും. അപ്പൊ അതുകൊണ്ടൊരു ഓൾ ഔട്ട് വാറിന്റെ സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത്. പക്ഷെ മറ്റുള്ളവരെ വിടാതിരിക്കുകയാണെങ്കിൽ അതൊരു ലിമിറ്റഡ് വാർ ആയിരിക്കുള്ളൂ. പക്ഷെ അമേരിക്കയൊക്കെ ഇടപെടുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ സാധ്യമാവില്ല. ഇപ്പൊ കാണുന്നത് വളരെ ഗുരുതരമായ ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. മിസൈൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ വലിയ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ പെട്ടെന്ന് വലിയ ഒരു ആക്രമണം നടത്തുമോ, അതോ അവരും റെസ്ട്രെയിന്റോടുകൂടി സമീപിക്കുമോ എന്ന് സംശയമാണ്. ടി പി ശ്രീനിവാസൻ, ഇസ്രായേൽ ഇത് മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ലേ? ഇറാൻ അവരുടെ നേതാവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു, തീർച്ചയായും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത്. ഇപ്പോൾ നേരിട്ട് ഈ ആക്രമണം വരുമ്പോൾ അത് ഇതുവരെ കണ്ട അവസ്ഥയേക്കാൾ മോശമാകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? തീർച്ചയായും. ഇപ്പൊ 10 ലക്ഷം ഇസ്രായേലീസിനെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ഹാവൊക്കെ എന്തായിരിക്കും? അപ്പൊ അത് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഇസ്രായേലിന് കഴിയില്ലല്ലോ. അപ്പൊ അവർക്കും അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഡോമൊക്കെ സെക്യൂർ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അവർ നോക്കുന്നത്. ഇപ്പൊ ഇന്റേണൽ എല്ലാവരോടും
ബങ്കറിലേക്കൊക്കെ പോകാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ധാരാളം ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി നമുക്കും വന്നുകൂടുന്നില്ല. പക്ഷേ യുദ്ധത്തിൽ ആരിടപെടുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ഒരു റിയാക്ഷൻ കൂടെ കൊടുത്തിട്ട് അങ്ങ് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാ രാജ്യ നേതാക്കന്മാരെല്ലാം അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. ഇസ്രായേലിനോട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് നെതന്യാഹുവിനെ ഫോൺ ചെയ്യുകയും ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്, സംഭവിക്കാനുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ റോൾ ഔട്ട് വാറിന് ആർക്കെങ്കിലും തയ്യാറായിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് ശ്രീ ടി പി ശ്രീനിവാസൻ. അതായത് ഇതിൽ ആര് ഇനി ഇടപെടും എന്നൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ രീതിയിൽ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പല രാജ്യങ്ങൾ ഇടപെടുന്നു, UN തുടർച്ചയായി ഇടപെടുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇരു കൂട്ടരും വഴങ്ങുന്നില്ല. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം കണ്ടതേയില്ല. നിലവിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക വെറുതെ ഇരിക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതികളിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് ഡേഞ്ചർ തന്നെയാണ്. വളരെ ഇപ്പൊ ഈ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ഏറ്റവും കൂടുതൽ ഗുരുതരമായ ഒരു സംഭവമാണ് നമ്മൾ അംഗീകരിച്ചേ കഴിയുള്ളൂ. അപ്പോൾ അത് എന്ത് വരുന്നുള്ളത് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ആരും ലോകം അവസാനിപ്പിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് റിസ്ട്രെയിന് കാണുന്ന നമ്മൾ വിചാരിക്കാം ഒരു ടിറ്റ് ഫോർ ടാറ്റ് കഴിഞ്ഞു, കുറച്ചുകൂടി ഒരു വലിയൊരു ടിറ്റ് ഫോർ ടാറ്റിൽ അത് അവിടെ നിൽക്കുമെന്നും അമേരിക്കയോ ആരും അതിൽ ഇടപെടുകയില്ലെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി ഇസ്രായേലിലെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നുള്ളതാണ് വാർത്തകളിൽ കാണുന്നത്. CNN അതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ മൂവ്മെന്റ് ഉണ്ട്, എല്ലാ സൈറൻ സിസ്റ്റംസും എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു ഓൾ ഔട്ട് വാറിന്റെ മട്ടിലാണ് ഇസ്രായേൽ അതിനെ സമീപിക്കുന്നത്. പക്ഷേ ഇറാൻ വീണ്ടും തുടരാതെ ഇതൊരു പണിഷ്മെന്റ് അറ്റാക്ക് ആയിട്ട് വിട്ടിട്ട് മാറി നിൽക്കുമോ എന്നുള്ളത് നോക്കണം. നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.